Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Okay, Akshaya, Sanjina. Okay, Lilina. Good afternoon. Okay, Avani, Nalini. Okay. Then it's actually module. Okay. Module നമ്മൾ 5th module ആണ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. HR. Okay. അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം കുറച്ചും കൂടെ പറയാനുണ്ട് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ. നമുക്ക് പ്രൊബേഷൻ പീരീഡിനെ പറ്റിയിട്ടും HR അപ്രൈസലിനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുക്കാനുള്ളത് കേട്ടോ. ടെക്സ്റ്റ് ഇന്നലെ കിട്ടിയിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ. അഞ്ചാമത്തെ മൊഡ്യൂൾ കേട്ടോ. അഞ്ചാമത്തെ മൊഡ്യൂളില് അഞ്ചാമത്തെ ചാപ്റ്റർ HR സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ ആണ് കേട്ടോ. അതിന്റെ ലാസ്റ്റത്തെ പേജിലോട്ട് എത്തിയിട്ടാ നമുക്കിനി പ്രൊബേഷൻ പീരീഡും അതുപോലെ HR അപ്രൈസലും ആണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അത് കൂടെ ഉള്ളൂ. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മള് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടു അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓർഡറും അപ്പോയിന്റ്മെന്റ് ഓഫറും അല്ലെ, ഇതെല്ലാം കണ്ടു. ആള് ജോലിക്ക് കയറി. ഇനി എന്ത് വേണം? അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ? അവരുടെ എന്താണ്? പ്രൊബേഷൻ പീരീഡ് ആണ് അല്ലെ? പ്രൊബേഷൻ പീരീഡ്. പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ? അതെ. അതായത് നമ്മൾ ആദ്യം തന്നെ ജോലിക്ക് കയറുമ്പോൾ നേരിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് നമ്മൾക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം അല്ലെ? ഓക്കെ, ഇതിൽ കറക്റ്റ് ആണ്. ട്രെയിനിങ് പീരീഡ് ആണ് കേട്ടോ. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് വായിക്കാം. The probation period indicates that the staff joining as per the appointment order will be initially closely monitored by the management for evaluating the possibility of confirming their appointment. അല്ലെ? അതായത് അവരുടെ നമുക്കറിയാം ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാണ് അവർ ജോലിക്ക് വരുന്നത് അല്ലെ? അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അനുസരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ, അവിടുത്തെ എംപ്ലോയി, അവരുടെ അപ്പോയിന്റ്മെന്റ് അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യും? അവരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും അല്ലെ? ആ ഒരു കാലയളവ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാല് പ്രൊബേഷണറി പീരീഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ എംപ്ലോയീസിന് ആ സ്റ്റാഫുകളെ നമ്മള് മീൻസ് മാനേജ്മെന്റ് എന്ത് ചെയ്യും? ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും അല്ലെ? അവരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവര് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അവർ ഏത് രീതിയിലാണ് ആ ടാസ്കുകൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലോസ് നമ്പർ 5 ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് that you will be on probation for a period of 6 months from the date of joining. On completion of 6 months, your performance will be evaluated as per the HR policy and your services will be confirmed as per the discretion of the decision of the management. ഈ ഒരു ക്ലോസ് നമ്മൾ ഇവിടെ പറഞ്ഞതാണ് അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് പറഞ്ഞതാണ് അല്ലെ? അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് നമ്മൾ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ഓർഡറിനകത്ത് ഒരു 19ഓളം ക്ലോസുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? അതിൽ അഞ്ചാമത്തെ ക്ലോസിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് നിങ്ങൾ 6 മാസ കാലയളവിലേക്ക് പ്രൊബേഷണറി പീരീഡിലായിരിക്കും അല്ലെ? ആ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ പെർഫോമൻസ് HR പോളിസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യുകയും മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സർവീസ് അവിടെ കൺഫേം ചെയ്യും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ മാനേജ്മെന്റ് ക്ലോസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ചില ആളുകൾക്ക് ഈ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു റാങ്കിങ്ങിലോട്ട് എത്തണമെന്നില്ല. ഓക്കെ, ചില ആളുകൾ നമ്മൾ ഒരു ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് റാങ്കിങ് ഉണ്ട്. ആ റാങ്കിങ്ങിലേക്ക് ഒരു പക്ഷെ പ്രൊബേഷണറി പീരീഡില് ചില കാൻഡിഡേറ്റ്സ് എത്തണമെന്നില്ല. അങ്ങനെ എത്താതെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യും. കാരണം അവര് അത്ര ഏബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. ഇനി ചില വിഭാഗം ആളുകളുണ്ട്, അവര്
പ്രൊബേഷൻ പീരീഡ് സമയത്ത് അവർ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ടാവും. 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും ആ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച റാങ്കിങ്ങിൽ എത്തിയിട്ടില്ലെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ ഒരു പ്രൊബേഷൻ പീരീഡ് ചിലപ്പോൾ ഒരു അടുത്തൊരു 6 monthsലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു 6 months കൂടെ പ്രൊബേഷണറി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ ചിലപ്പോൾ അവർ ഇംപ്രൂവ് ആയി നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിങ്, ആ ഒരു പെർഫോമൻസ് റാങ്കിങ്ങിലോട്ട് എത്തിയേക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അതല്ല, പ്രൊബേഷൻ പീരീഡ് സമയത്ത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാൻഡിഡേറ്റ് ആണ്, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരെന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യും. അതിൽ 3 സാധ്യതകളാണ് നമ്മൾക്ക് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം കേട്ടോ. ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ് കമ്പനി മോണിറ്റേഴ്സ് യുവർ കേപ്പബിലിറ്റി ടു അണ്ടർടേക്ക് ദ ഗിവൻ ടാസ്ക്. അതെ, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ജോലി, ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള അവരുടെ ആ ഒരു കപ്പാസിറ്റിനെ പ്രൊബേഷൻ പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അതായത് ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ് ഓഫ് എൻ എംപ്ലോയി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഡോക്യുമെന്റേഷൻ, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, സബോർഡിനേഷൻ വിത്ത് ദ സുപ്പീരിയേഴ്സ് will be assessed in its full swing. കേട്ടോ, അതായത് നമ്മൾ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കേപ്പബിലിറ്റി, അവർക്ക് ആ ഒരു നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ജോബ് അവർക്കത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർ കേപ്പബിൾ ആണോ, അവരുടെ കേപ്പബിലിറ്റി, പിന്നെ അവരുടെ ലീഡർഷിപ്പ്, പിന്നെ ടീം വർക്ക്, പിന്നെന്താണ് ഡോക്യുമെന്റേഷൻ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, അവരുടെ കൊളീഗ്സുമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്, പിന്നെ സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയാ ഇടപെടലുകൾ അല്ലെ, അതെങ്ങനെയാണ്. ഇതെല്ലാം തന്നെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് നമ്മൾ എംപ്ലോയീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ പോയിന്റുകൾ. ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഡോക്യുമെന്റേഷൻ, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇഫ് ദ മാനേജ്മെന്റ് ഫീൽസ് ദാറ്റ് ദ റൈറ്റ് ടാലന്റ് വാസ് ടേക്കൺ ഫോർ ദ റൈറ്റ് ടാസ്ക് അറ്റ് ദ റൈറ്റ് ടൈം എ ബ്രൈറ്റ് കാരിയർ അവേറ്റ്സ്. അപ്പോ ആ ഒരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബ്രൈറ്റ് കരിയർ അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, ദ ഫൈനൽ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ ഫൈനൽ അസസ്മെന്റ് ഓഫ് ദ സ്റ്റാഫ് ഈസ് പ്രൊഫഷണലി ഇവാലുവേറ്റഡ് ത്രൂ എ പെർഫോമൻസ് അപ്രൈസൽ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് ഫൈനൽ അസസ്മെന്റ് ഓഫ് ദ സ്റ്റാഫ് ഈസ് പ്രൊഫഷണലി ഇവാലുവേറ്റഡ് ത്രൂ എ പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊബേഷൻ പീരീഡ് സമയത്ത് നമ്മൾ അവരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ അസസ്മെന്റ് നടത്തും. എന്തായിരുന്നു ആ പ്രൊബേഷൻ പീരീഡ് സമയത്ത് അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നതിനെ പറ്റിയിട്ട് ഒരു ഫൈനൽ അസസ്മെന്റ് നടത്താണ്. ഈ ഫൈനൽ അസസ്മെന്റ് നമ്മൾ പ്രൊഫഷണലി ചെയ്യുന്നത് ഇതിലൂടെയാണ്, ത്രൂ എ പെർഫോമൻസ് അപ്രൈസൽ. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഫൈനൽ അസസ്മെന്റ് ഓഫ് ദ സ്റ്റാഫ് ഈസ് പ്രൊഫഷണലി ഇവാലുവേറ്റഡ് ത്രൂ ഡാഷ്. ഇതിലൂടെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ്. എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എൻ എംപ്ലോയി. നമ്മൾ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ അഥവാ HR അപ്രൈസൽ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഒരു പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാഫിന്റെ ഫൈനൽ അസസ്മെന്റ് നമ്മൾ നടത്തുന്നത്. ഓക്കെ,
ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്? അതായത് അവരുടെ പെർഫോമൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? പല കാര്യങ്ങളും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ്? ഫോർ കൺഫേമിംഗ് ദ ഫോളോയിങ്. എന്തൊക്കെ കാര്യങ്ങളെ കൺഫേം ചെയ്യാനാണ്? അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്താണ്? കൺഫർമേഷൻ ഓഫ് ജോബ്. അവരുടെ ജോലി കൺഫേം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. വേണ്ടേ? അതായത് അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജോബ് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി അതല്ല, കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? HR-ന്റെ ആ ഒരു എന്താ പറയുക നിർദ്ദേശം അനുസരിച്ച് വേണമെങ്കിൽ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ജോലിയിൽ നിന്ന് അവരെ വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, ടെർമിനേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് കൺഫർമേഷൻ ഓഫ് ജോബ്, ജോബിന്റെ ആ ഒരു കൺഫർമേഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. പിന്നെ പ്രമോഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പെർഫോമൻസ് ആ സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്യും? അവരെ പ്രമോഷനോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പറയില്ലേ, പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആണ്. സമയത്ത് അധികം ലീവ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് പ്രൊബേഷൻ പീരീഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജോലി ഉറപ്പായിട്ടില്ല. ആ സമയത്ത് നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജോബ് അവിടെ കൺഫേം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് പ്രമോഷൻ, അത് വേണ്ടോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. പിന്നെ സാലറി ഇൻക്രിമെന്റ്, അത് ഇതുപോലെ തന്നെയാണ്, പ്രമോഷൻ പോലെ തന്നെയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാലറിനേക്കാളും കുറച്ചും കൂടെ കൂടിയ സാലറിയിൽ അവരെ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാം അല്ലെ? സാലറി ഇൻക്രിമെന്റിനെ പറ്റി നമുക്ക് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു പെർഫോമൻസിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ പ്രൊബേഷൻ പീരീഡ് വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മേ ബി അവര് ഒരു ബെറ്റർ പെർഫോമൻസിലോട്ട് എത്തിയിരുന്നു. അപ്പൊ ആ കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്. ലാസ്റ്റ് ടെർമിനേഷൻ, അറിയാലോ, നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലാത്തൊരു പെർഫോമൻസ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? പെർഫോമൻസ് അപ്രൈസല്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. പെർഫോമൻസ് അപ്രൈസല് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് കൺഫർമേഷൻ ഓഫ് ജോബ് അല്ലെ, ജോലിയുടെ സ്ഥിരീകരണം അത് ഉറപ്പിക്കാനായിട്ട്. പ്രമോഷൻ, സാലറി ഇൻക്രിമെന്റ്, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ്, ടെർമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് പെർഫോമൻസ് അപ്രൈസല്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കിക്കോട്ടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഇത് നമുക്ക് അടുത്തത് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് HR അപ്രൈസലിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യമാണ് കേട്ടോ. The process of evaluating the performance of an employee, that is called HR appraisal. അപ്പൊ നോക്കാം, the appraisal of the staff members is taken every 6 months for each staff member. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, every 6 months എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനെയും നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്രൈസൽ നടത്തും. 6 മാസം കൂടുമ്പോൾ അപ്രൈസൽ നടത്താം. അപ്രൈസൽ നടത്താന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് നമ്മൾ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും, പരിശോധിക്കും. ഓക്കെ, the appraisal of the new staff is initially taken just before the completion of their probation period. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പൊ പുതിയ സ്റ്റാഫുകളാണ് വിചാരിക്കുക, പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിൽ അവരുടെ അപ്രൈസൽ നമ്മൾ എപ്പോഴാണ് നടത്താന്നറിയോ? ആ പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും നമ്മൾ അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ആ സമയത്താണ് നടത്തുന്നുണ്ടാവുക. ഇനി
പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി 3 months, 6 months or 1 year ആസ് പെർ ദർ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഓക്കെ, അപ്പൊ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് വാരി ചെയ്യാം. ചിലയിടത്ത് 3 മാസമായിരിക്കും, ചിലയിടത്ത് 6 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 1 വർഷം വരെയൊക്കെ എന്തായിരിക്കും പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകാറുണ്ട്. ഇനി നോക്കാം, ഇഫ് ദ പ്രൊബേഷൻ പീരീഡ് ഈസ് 1 year ഫോർ എ പെർട്ടിക്കുലർ എംപ്ലോയി. ഇപ്പൊ ഒരു എംപ്ലോയി അദ്ദേഹത്തിന് നമ്മൾ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ആ ക്ലോസിൽ പറയുന്നുണ്ട്, ആ ക്ലോസ് അനുസരിച്ചിരിക്കാം. ക്ലോസിൽ പറയുന്നത് 6 മാസമാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ 6 മാസമായിരിക്കും. ഓരോ കമ്പനിക്ക് എന്ത് വ്യത്യാസമുണ്ട്, ചിലപ്പോൾ 1 വർഷമായിരിക്കാം പ്രൊബേഷൻ പീരീഡ്. അപ്പൊ എന്താണോ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും, എത്ര നാളായിരിക്കും അവരുടെ പ്രൊബേഷൻ പീരീഡ് എന്നുള്ളത് അപ്പോയിന്റ്മെന്റ് ഓഫറിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു എംപ്ലോയി അയാൾക്ക് ഒരു പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞത് 1 year ആണെന്ന് വിചാരിക്കാം, 1 വർഷത്തെ പ്രൊബേഷണറി പീരീഡ് എന്ന് വിചാരിക്കാം. അപ്പോ even then to safeguard the interest of the management, an initial appraisal will be undertaken by the HR just before the completion of 3 months and thereafter the real assessment just before the completion of the actual probation period. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പുതുതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തൊരു സ്റ്റാഫ് ആണെങ്കിൽ നമ്മൾ അവരുടെ അപ്രൈസൽ എപ്പോഴാണ് നടത്തുക, പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ചില എംപ്ലോയീസിന്റെ പ്രൊബേഷൻ പീരീഡ് 1 വർഷമാണെന്ന് വിചാരിക്കുക. ആ 1 വർഷമാണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, മാനേജ്മെന്റിന്റെ തീരുമാനം അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ താല്പര്യം അനുസരിച്ച് മാനേജ്മെന്റിന് വേണമെങ്കിൽ 3 മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ അപ്രൈസൽ അവർക്ക് നടത്താമെന്നാണ് പറയുന്നത്. അതായത് HR മാനേജർക്ക് മാനേജ്മെന്റ് തീരുമാനിക്കും, മാനേജ്മെന്റിന്റെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് മാനേജ്മെന്റിന്റെ താല്പര്യാർത്ഥം വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 മാസം കഴിയുമ്പോൾ ഒരു അപ്രൈസൽ വേണമെങ്കിൽ നടത്താം. സാധാരണഗതിയിൽ 1 വർഷം പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ 1 വർഷം കഴിയാൻ ഏതാനും മുമ്പ് മാത്രമാണ് എന്ത് നോക്കേണ്ടത്, പെർഫോമൻസ് അപ്രൈസൽ നടത്തേണ്ടത്. പക്ഷെ മാനേജ്മെന്റിന്റെ താല്പര്യാർത്ഥം HR മാനേജർക്ക് വേണമെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ എന്ത് നടത്താം, അപ്രൈസൽ വേണമെങ്കിൽ നടത്താമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്, അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മള് 1 വർഷം ഫുള്ള് നമ്മൾ കാത്തിരുന്നിട്ട് ആ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ചിലപ്പോൾ ആ 1 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് കൊണ്ട് അയാളിൽ ചിലപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര റാങ്കിങ്ങിലും പെർഫോമൻസ് അയാൾ നടത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 1 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്, അല്ലെ? അത്രയും കാലയളവ് നഷ്ടമാണ്. കാര്യം അയാൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം വരെ കാത്തിരിക്കുകയും മാത്രമല്ല നമുക്ക് അതിൽ നിന്നൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും സമയവും റിസോഴ്സസ് എല്ലാം നമുക്ക് വേസ്റ്റ് ആണ്, അല്ലെ? അതേസമയം നമ്മൾ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മള് അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവരുടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അവർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അതിന് ഇംപ്രൂവ് ചെയ്യോ, നമ്മൾ പ്രതീക്ഷിച്ച പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്നുള്ള തീരുമാനങ്ങളും എന്താണ് ശ്രീലക്ഷ്മന്റെ പെർഫോമൻസ് നല്ലതാണ് പ്രൊമോഷൻ കൊടുക്കാം അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വരുന്നുള്ളൂ. അപ്പൊ കാര്യം മനസ്സിലാക്കും. 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമുക്ക് അധികം വലിയ സമയ നഷ്ടം, റിസോഴ്സിന്റെ നഷ്ടമൊന്നും ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആലോചിക്കാൻ അത് മാനേജ്മെന്റ് തീരുമാനിക്കും. മാനേജ്മെന്റിന്റെ തീരുമാനം അനുസരിച്ചിട്ട് HR മാനേജർക്ക് വേണമെങ്കിൽ 3 മാസം കൂടുമ്പോൾ എന്ത് വേണമെങ്കിൽ നടത്താം, അവരുടെ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്താവുന്നതാണ്. ഓക്കെ, അതിനുശേഷം റിയൽ അസസ്മെന്റ് എപ്പോ തന്നെ നടത്താം, അത് പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ റിയൽ അസസ്മെന്റ് നടത്താം എന്നാണ് പറയുന്നത്. അപ്പോ ഇനി അടുത്ത നോക്കിയേ, ഇഫക്ട്സ് ഓഫ് ദ HR അപ്രൈസൽ. ഇനി HR അപ്രൈസലിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ദ അപ്രൈസൽ ഹാസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്. If an appraisal is up to the mark and above the expectation of the management, their appointment can either be confirmed, in exceptional cases a special increment, and in some exceptional cases a promotion also. അതായത് 2 എഫക്റ്റ് ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് എന്ത് ചെയ്യാം, അവരുടെ അപ്പോയിന്റ്മെന്റ് അവിടെ കൺഫേം ചെയ്യാം. ഇനി നമ്മൾ മാനേജ്മെന്റ് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ആണ് ഉണ്ടായതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഇൻക്രിമെന്റ് വേണമെങ്കിൽ കൊടുക്കാം.
സ്പെഷ്യൽ ഇൻക്രിമെന്റ് കൊടുക്കാം, ചില എക്സെപ്ഷണൽ കേസസിൽ അവർക്ക് പ്രൊമോഷൻ വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ആഫ്റ്റർ എഫക്ട് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നെഗറ്റീവ് ഇഫക്റ്റ് എന്തായിരിക്കും നമുക്കറിയാലോ. നെഗറ്റീവ് എന്തായിരിക്കും, ഒന്നുകിൽ അവരെ ടെർമിനേറ്റ് ചെയ്യും അല്ലെ, അതുമല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രൊബേഷണറി പീരീഡ് പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതാണ് രണ്ട് ചാൻസ്. അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട് മാത്രമേ പറയുന്നുള്ളൂ. പോസിറ്റീവ് ആഫ്റ്റർ എഫക്ട് എന്താണ് HR അപ്രൈസലിന്റെ, അവരുടെ ജോബ് കൺഫേം ചെയ്യും, അവർക്ക് സ്പെഷ്യൽ ഇൻക്രിമെന്റ് കൊടുക്കും, അതുപോലെ ചിലപ്പോ സ്പെഷ്യൽ എക്സെപ്ഷണൽ കേസിൽ പ്രൊമോഷൻ കൊടുക്കും. എപ്പോഴും കൊടുക്കണമെന്നല്ല, അവരുടെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻക്രിമെന്റും പ്രൊമോഷനും മറ്റും ഒക്കെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിക്കൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന്ന് അപ്പൊ ഈ ചാപ്റ്റർ വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് കുറച്ച് ലെങ്തി ആണെന്നുള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത് എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരുപോലെ പോകണം അല്ലെ, ഒരുപോലെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട്, ഏറ്റവും സ്മൂത്ത് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടീം ഓഫ് പീപ്പിൾ ആണ് അല്ലെ, who contribute their skill, knowledge and experience to achieve the organizational goals and objectives അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും നോളജും എക്സ്പീരിയൻസും ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെ, അവരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അവർ പറയുന്ന മറ്റു പേരുകൾ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ, പേഴ്സണൽ, അങ്ങനെയൊക്കെ നമ്മൾ പല പല വിശേഷണങ്ങൾ തുടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് HR മാനുവൽ ആണ്. ഓക്കെ, HR മാനുവലിന് എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്? ബൈബിൾ ഓഫ് HR എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൈബിൾ ഓഫ് HR എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? HR മാനുവൽ ആണ്. HR മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡ് ആണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കാം. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസും റെഗുലേഷൻസുകളും പോളിസികളും പ്രൊസീജിയറുകളും ഇതെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന HR മാനുവൽ ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടത് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. 4 ഫേസസ് ഉണ്ട് കേട്ടോ. പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ നടത്തേണ്ട ചില മുന്നൊരുക്കങ്ങൾ ഉണ്ട് അല്ലെ, അതാണ് പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. പ്രീ റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വാക്കൻസി വരുമ്പോ അത് നമ്മൾ ആ ഒരു HR മാനേജർ എപ്പോഴാണോ നമ്മൾ അറിയിക്കുന്നത് അപ്പൊ തൊട്ടാണ് പ്രീ റിക്രൂട്ട്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ഫോർമൽ രീതിയിലാണ്, അതാണ് നമ്മൾ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. അതൊരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വാക്കൻസി നമ്മൾ ആരെ ഇന്റിമേറ്റ് ചെയ്യുന്നത്? HR മാനേജറിനെ ഇന്റിമേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ സ്പെസിഫിക് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ ലഭിക്കാം, പല സാധ്യതകളുണ്ട് അല്ലെ. നമ്മളൊരു 8-9 പോയിന്റുകളോളം നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ റെഫറൻസ്, ഇതൊക്കെ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പോയിന്റുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, ഏതൊക്കെ രീതിയിൽ എംപ്ലോയീസിനെ നമുക്ക് അക്വയർ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞത്, അങ്ങനെ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചില പാരാമീറ്റേഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യണം. ക്വാളിഫിക്കേഷൻ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട് അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഷോർട്ട് ലിസ്റ്റിന്റെ പർപ്പസ് ഇന്റർവ്യൂ പ്രോസസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കിട്ടിയ അപ്ലിക്കേഷൻസിന് മുഴുവൻ ആൾക്കാരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഷോർട്ട് ലിസ്റ്റിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവ്യൂ നമ്മൾ തീരുമാനിക്കും. ഇന്റർവ്യൂ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും അല്ലെ. ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യണേക്കാൾ മുമ്പ് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കണം. അത് തീരുമാനിക്കുന്നതിനായിട്ട് അവരുടെ അടുത്ത് നമ്മൾ രേഖാമൂലം അവരുടെ കൺഫർമേഷൻ വാങ്ങണം. അതെങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്? ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം. അടുത്തയിലേക്ക് വന്നു അല്ല, IOM ഇന്റർ ഓഫീസ് മെമ്മോറാൻഡത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് അത് വിവരം അറിയിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു സ്റ്റാഫുകൾ പലതര കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. സീനിയർ മാനേജ്മെന്റ് കാറ്റഗറി, ജൂനിയർ മാനേജ്മെന്റ്, ലോവർ മാനേജ്മെന്റ് കാറ്റഗറി. ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്ത അടുത്തത് എന്താണ്? കോൾ ലെറ്റർ അയക്കാം. കോൾ ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിയർ കാൻഡിഡേറ്റ് എന്ന് മാത്രമേ നമ്മൾ അഭിസംബോധന ചെയ്യുള്ളൂ. ഒരിക്കലും അവരുടെ പേര് വെച്ച് നമ്മൾ പരാമർശിക്കില്ല. കാരണം എന്താണ്? നമ്മളൊരു ഫോർമൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരുടെ പേര് വെച്ച് അഭിസംബോധന ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഡിയർ കാൻഡിഡേറ്റ് എന്ന് മാത്രമേ നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കോൾ ലെറ്റർ അയക്കുന്നു. അവർ വരുന്നു, അവരിൽ നിന്നൊരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്തായിരിക്കും? അപ്പോയിന്റ്മെന്റ് ഓഫർ അയക്കും അല്ലെ. ഓഫർ അയക്കും. അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും വ്യത്യാസമുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫർ അയച്ച് അത് അതിന്റെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് എന്തായിട്ടുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ അയക്കും. ഓക്കെ, അതുപോലെ തന്നെ ജോയിനിങ് ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് ആ ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആരാണ് ജോയിനിങ് ഓർഡർ ഫില്ല് ചെയ്യുന്നത്? ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്തത് കാൻഡിഡേറ്റ് ആണ്. എന്നാണോ ജോയിൻ ചെയ്തത് അന്ന് അവര് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പ്രൊബേഷൻ പീരീഡ്, ജോലിക്ക് കയറി കഴിഞ്ഞ പ്രൊബേഷൻ പീരീഡ് ആണ്. പ്രൊബേഷൻ പീരീഡ്, HR അപ്രൈസർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അത്രയും കണ്ടന്റ് ഉള്ളൂ അതിനകത്ത് കേട്ടോ. പക്ഷെ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതില് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് അധികം സ്കോപ്പ് ഇല്ല. പക്ഷെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിയർ കാൻഡിഡേറ്റ് എന്ന് വിശേഷിപ്പിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താലാണ് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 5th മൊഡ്യൂളിലെ ചാപ്റ്റർ ഇതായിരുന്നു എനിക്ക് തന്നത്. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 6th മൊഡ്യൂളിലേക്ക് കിടക്കാം കേട്ടോ. 6th മൊഡ്യൂളിലേക്ക് നോക്കാം. 6th മൊഡ്യൂളില് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്റർ ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കാരണം മെറ്റീരിയൽസ് മാനേജ്മെന്റ് വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഇതിന് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്റർ. അതും അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എനിക്കും ആ ചാപ്റ്റർ അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും അല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ബോറടിക്കോ ഇല്ലെന്നുള്ളത് അറിയില്ല. എങ്കിലും കുഴപ്പമില്ല, പഠിക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യം ചാപ്റ്റർ ആണ്. തുടക്കം, ഈ ചാപ്റ്ററിന്റെ തുടക്ക ഭാഗങ്ങൾ ശരിക്കും ട്രൈയാണ്. ഇത് അത്ര സുഖം തോന്നില്ല. പക്ഷെ അവസാനത്ത് എത്തുമ്പോ കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു മിഡിൽ എത്തുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡിപ്ലോമയിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പർച്ചേസ് ഓർഡർ, പിന്നെ അവിടെ വെണ്ടറിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഒരു വെണ്ടറിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ച് സെലക്ട് ചെയ്യാം. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ ആസ്പെക്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു സപ്ലയറിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അത് അതെത്തുമ്പോ വലിയ കുഴപ്പമില്ല. പക്ഷെ തുടക്ക ഭാഗങ്ങൾ കുറച്ച് ട്രൈ ആണ്. എന്ത് കരുതിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 1, 6th മൊഡ്യൂളാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ശരിക്കും പറഞ്ഞ എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽസ് അല്ലെ. അതായത് ഒരു കമ്പനി
അവരുടെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് ഡിപ്ലോമയ്ക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മേജർ കോസ്റ്റ് ഫാക്ടർ ആണ് അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിലൊരു 40% നമ്മൾ മാറ്റിവെക്കുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചൊരു കാര്യമാണ് അല്ലെ. മെറ്റീരിയൽസ് ആണ് ദ മേജർ കോസ്റ്റ് ഫാക്ടർ. ആ മെറ്റീരിയൽസിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഏത് രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന, റിവ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽ. ഒരു കമ്പനി അതിന്റെ മെറ്റീരിയൽസുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന, റിവ്യൂ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി അവിടെ പറയുന്നത്? മെറ്റീരിയൽ മാനേജ്മെന്റിന് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് 2 ഓഡിറ്റിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, മറ്റൊന്ന് എക്സ്റ്റേണൽ ഓഡിറ്റും ആണ്. ഓക്കെ, അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് മെറ്റീരിയൽ മാനേജ്മെന്റിന് ഇന്റേണൽ ഓഡിറ്റിന് ഒരു റോള് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? അതായത് ഒരു കമ്പനിയുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സുകളുടെ ആക്യുറസി, അതിന്റെ എഫിഷ്യൻസി, അതിന്റെ ഇഫക്റ്റീവ്നെസ് ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഒരു തരം കണക്കെടുപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റിംഗ് അറിയില്ലേ, അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അവരുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ആ ഒരു ആക്യുറസി, അതിന്റെ ഒരു കൃത്യത നമുക്ക് ഉറപ്പുവരുത്തണം, അതിന്റെ ഇഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്തണം, അതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണം. അതൊക്കെ ചെയ്യാനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിക്കാം കേട്ടോ. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ എൻ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ വിത്തിൻ എ കമ്പനി. വിത്തിൻ എ കമ്പനി, കമ്പനിക്ക് അകത്തുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഇന്റേണൽ എന്ന് പറയാൻ കാരണം. നോട്ട് ഔട്ട്സൈഡേഴ്സ്, ഔട്ട്സൈഡേഴ്സ് ഒന്നും അതിനകത്ത് വരുന്നില്ല കേട്ടോ. വിത്തിൻ എ കമ്പനി ദാറ്റ് ഈസ് ടാസ്ക്ഡ് വിത്ത് പ്രൊവൈഡിംഗ് unbiased independent reviews of systems, business organizations and process. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ്? അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ടീം ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ, ഒരു ആളുകളുടെ ഒരു ടീമാണ്. ഈ ടീമിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രോസസ്സുകള് അല്ലെ, ഒരു സ്ഥാപനത്തിന്റെ സിസ്റ്റംസുകള്, അവിടുത്തെ പ്രോസസ്സുകള്, അവിടുത്തെ ഓപ്പറേഷൻസുകള്, ബിസിനസ്സുകള്, അതിനെയെല്ലാം തന്നെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയില്, സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റോള്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിക്ക് അകത്തുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, ഔട്ട്സൈഡേഴ്സ് അല്ലാതെ. അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ആണ്, ഒരു കൂട്ടം ആളുകളാണ്, ആളുകളുടെ ഒരു ടീമാണ്. അവരെന്താ ചെയ്യുന്നത്? ആ ഒരു സ്ഥാപനത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സുകള്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസുകള്, അവരുടെ ബിസിനസ്, അവരുടെ സിസ്റ്റംസുകള്, അതിനെയൊക്കെ എന്ത് ചെയ്യാണ്? വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ, അൺബയസ്ഡ് ആയിട്ട്. നിഷ്പക്ഷമായിട്ടെന്ന് വെച്ചാൽ എന്താണ്? ആർക്കും ഫേവറിസം ഒന്നും ചെയ്യാതെ വളരെ സ്വതന്ത്രമായിട്ടുള്ള രീതിയില്, നിഷ്പക്ഷമായിട്ടുള്ള രീതിയില് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് അഥവാ എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് ഇസ് എ ഡിപ്പാർട്ട്മെന്റ് or organization of people within a company
that is tasked with providing unbiased, independent reviews of systems, business organizations, and process. Okay, clear ആണല്ലോ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കുക, the role of internal audit is to provide the senior leaders and the governing bodies of an organization an objective source of information regarding the organization's risk, control environment, operational effectiveness, and the compliance with the applicable laws and regulations. Okay, അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ റോൾ എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ സീനിയർ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗവേണിംഗ് ബോഡീസ് അല്ലെ, അവരുടെ ഈ ഗവേണിംഗ് ബോഡീസിന് ആ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സത്യസന്ധമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഇൻഫർമേഷൻ. എന്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആണ്? റിഗാർഡിംഗ് ദ ഓർഗനൈസേഷൻസ് റിസ്ക്, അതായത് ആ ഓർഗനൈസേഷൻ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകളാണ് അവർ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് എല്ലാവിധ റിസ്കുകളെയും അവർ മാനേജ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ കൺട്രോൾ എൻവയോൺമെന്റ്, അതായത് ആ റിസ്കുകളെയൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ടോ, അവിടുത്തെ എൻവയോൺമെന്റ് അവരെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടോ. പിന്നെ ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ്, അവരുടെ പ്രവർത്തനങ്ങളുടെ ആ ഒരു എന്താ പറയാ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്. അതുപോലെ കംപ്ലൈൻസ് വിത്ത് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാവിധ ലോസും റെഗുലേഷൻസുകളും അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള ഇത്തരം കാര്യങ്ങള് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിന്റെ ഗവേണിംഗ് ബോഡീസിന് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഈ പറയുന്ന സീനിയർ ലീഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ റോള്. അവരാണ് ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ റിസ്കുകൾ ഉണ്ട്, അവരത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തു പോകുന്നുണ്ടോ, ആ എൻവയോൺമെന്റിനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രവർത്തന ഓപ്പറേഷൻസ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പോകുന്നുണ്ട്, അവർ ഈ പറയുന്ന എല്ലാവിധ നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്? സീനിയർ ലീഡേഴ്സിന് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ആർക്കാണ് കൊടുക്കുന്നത്? ഗവേണിംഗ് ബോഡീസിന്. അവരാണല്ലോ ആ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കറിയണം അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ശരിയായി നടക്കുന്നുണ്ടോ എന്ന ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നും അതിന്റെ റോൾ എന്താണെന്നുള്ളതും മനസ്സിലായിട്ടാണല്ലോ. ഇനി നോക്കാം കേട്ടോ, അടുത്ത ശ്രദ്ധിക്കാം. As internal audit reports to senior leadership, it is only appropriate that its activities are directed by CEO or board of directors through its audit committee. Underline ചെയ്യണം, through its audit committee. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇന്റേണൽ ഓഡിറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് ഈ പറയുന്ന റിപ്പോർട്ടുകൾ ആർക്കാണ് കൊടുക്കുന്നത്? ലീഡേഴ്സിന്. സീനിയർ ലീഡേഴ്സ് എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ, ഗവേണിംഗ് ബോഡീസ്, സിഇഒ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ടോപ്പ് മാനേജ്മെന്റിലോട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ത് കൊടുക്കുന്നത്? അവരുടെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവരുടെ റിപ്പോർട്ട്? ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഇതെങ്ങനെയാണ്? ത്രൂ ഇറ്റ്സ് ഓഡിറ്റ് കമ്മിറ്റി അല്ലെ, ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ് അവർ ആ റിപ്പോർട്ട് ആരുടെ കയ്യിൽ സബ്മിറ്റ് ചെയ്യുന്നത്? ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ഗവേണിംഗ് ബോഡീസിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ് കേട്ടോ, കമ്മിറ്റി മുഖാന്തരമാണ് അവർ ആ പറയുന്ന റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കാം കേട്ടോ, നിങ്ങളോട് ചോദിക്കാം, ഇന്റേണൽ ഓഡിറ്റ് അതിന്റെ റിപ്പോർട്ടുകൾ എക്സിക്യൂട്ടീവ്സിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ് ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക കേട്ടോ. മെമ്പേഴ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് must be independent of internal politics and unbiased to provide the leadership with the objective sources of information. Under the direction of the audit committee, internal audit works with the management to systematically review the control activities over critical systems and processes. ഇനി ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അതൊരു ടീം ഓഫ് പീപ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു.
അതിലെ മെമ്പേഴ്സുകള് എങ്ങനെയായിരിക്കണം അതിലെ മെമ്പേഴ്സുകള്? അവരെന്ന് പറഞ്ഞാല് ദാറ്റ് മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വതന്ത്രരായിരിക്കണം. സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞാല് മറ്റൊരാളിനോട് വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം, പക്ഷപാതപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കരുത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ കമ്പനിയിൽ നടക്കുന്ന ഇന്റേണൽ പൊളിറ്റിക്സ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ആളുകളായിരിക്കും. ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചില പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, ഇന്റേണൽ ആയിട്ടുള്ള ചില പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊന്നും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത വളരെ നിഷ്പക്ഷനായിട്ടുള്ള ആളുകളായിരിക്കണം ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം വരാം? ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുകൂലമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും, ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒട്ടും വളരെ പ്രതികൂലമാക്കിയ രീതിയിലും കാര്യങ്ങൾ ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഫേവറിസം വരാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് അത്തരം മെമ്പേഴ്സ് ആയിരിക്കണം ഇന്റേണൽ ഓഡിറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല എന്താണ് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അതുപോലെ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്റേണൽ പൊളിറ്റിക്സ്. ഇന്റേണൽ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, അൺബയസ്ഡ് ആയിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? They should provide leadership with objective sources of information. ആ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം ആ ഒരു ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം. Under the direction of the audit committee, internal audit works with the management to systematically review the control activities over critical systems and processes. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ട് സഹകരിച്ചു പോവാണ്? മാനേജ്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിസ്റ്റമാറ്റിക്കലി റിവ്യൂ ദ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓവർ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ സിസ്റ്റംസുകള്, ഓപ്പറേഷൻസുകള് അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ, ദാറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ മാനേജ്മെന്റിനും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ശരിക്കും ആരാണ്? ഓഡിറ്റ് കമ്മിറ്റിയാണ്, അല്ലെ? ആ കമ്മിറ്റിയാണ് ഇവരെ രണ്ടു കൂട്ടരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്, അല്ലെ? അങ്ങനെ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ്? മാനേജ്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, അവിടുത്തെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റുമായിട്ട് അവര് സഹകരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അവിടെ ഓഡിറ്റ് കമ്മിറ്റിയാണ് അവർക്കിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായ കാര്യങ്ങള് വായിക്കുമ്പോ മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. തേർഡ് പാരഗ്രാഫിൽ എന്താണ്? കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പൊ നോക്കാം. അടുത്തത് the reviews performed by internal auditor are often called internal audits. ഇപ്പൊ ചില ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന റിവ്യൂസ് ഉണ്ടല്ലോ, ആ റിവ്യൂസിന് നമ്മൾ എന്താ പറയാ? ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ്സ് തന്നെ റിപ്പോർട്ടാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ്സ് രണ്ടും രണ്ടർത്ഥത്തിലാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, അവര് സബ്മിറ്റ് ചെയ്യുന്ന, അവര് മുന്നോട്ട് വെക്കുന്ന റിവ്യൂസിനെ നമ്മള് ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇന്റേണൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സിസ്റ്റംസും പ്രോസസ്സും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അത് നമുക്കറിയാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടാ. Internal audit may be used to assess an organization's performance or the execution of a process against a number of standards, policies, metrics or regulations. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അസസ് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രോസസ്സുകള് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്
പോളിസികള് റെഗുലേഷൻസിനനുസരിച്ചുകൊണ്ട് അവർ എത്രത്തോളം നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, അത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം these audits may include examining a business internal controls around corporate governance, accounting, financial reporting and IT general controls. അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ ഓഡിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഒരു സ്ഥാപനത്തിന്റെ സിഇഒ അതുപോലെ തന്നെ എന്താ പറയാ ഗവേണിംഗ് ബോഡീസ് ഉണ്ടല്ലോ, അവരെല്ലാവിധ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ ആ സ്ഥാപനം കൃത്യമായിട്ടുള്ള ലോസ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഗവേണൻസ്. പിന്നെ അക്കൗണ്ടിങ് അല്ലെ, കണക്ക് സംബന്ധമായിട്ടുള്ള അക്കൗണ്ടിങ്, അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പിന്നെ മറ്റു പല ഏരിയ IT ജനറൽ കൺട്രോൾസ്, IT മേഖല, അങ്ങനെ ശരിക്കും പറഞ്ഞ ആ ഓർഗനൈസേഷനിലെ എല്ലാ ഏരിയകളും കവർ ചെയ്തുകൊണ്ട് എക്സാമിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഇന്റേണൽ ഓഡിറ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഓർഗനൈസേഷന്റെ പെർഫോമൻസും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ എക്സിക്യൂഷൻ മാത്രമല്ല, മറ്റെല്ലാ ഏരിയയിലും ടച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഗവേണൻസും അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യലും IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതിന് പുറമെ എന്താണ്, ഇന്റേണൽ ഓഡിറ്റ്സിനെ ആൾസോ റിക്വയർ ഇവാലുവേറ്റിംഗ് ദ effectiveness or efficiency of the critical business operations such as supply chain management. ഇവിടെ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മെറ്റീരിയൽ മാനേജ്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഒരു സ്ഥാപനത്തിന്റെ മെറ്റീരിയൽ മാനേജ്മെന്റ് പോലെയുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങള്, അതിന്റെ എഫിഷ്യൻസി. നമുക്കറിയാലോ, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല, ഇതൊരു അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതെ, ആ രീതിയിൽ ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങള്, അതിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്? ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ കമ്പനി. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവാലുവേറ്റ് ബിസിനസ് സിസ്റ്റംസ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് പ്രോസസ് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ്സും സിസ്റ്റംസ് ഒക്കെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇന്റേണൽ ഓഡിറ്റ് ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? സീനിയർ ലീഡേഴ്സ് അല്ലെ, ഗവേണിംഗ് ബോഡീസിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്തിലൂടെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഓഡിറ്റ് കമ്മിറ്റിയിലൂടെയാണ്. ചുരുക്കി പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ഓഡിറ്റ് കമ്മിറ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റിലുള്ള മെമ്പേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ they are not influenced by the internal politics of the company. കമ്പനിയുടെ ഇന്റേണൽ പൊളിറ്റിക്സിനാൽ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കരുത്. അതുപോലെ തന്നെ they should provide the objective source of information about the company. കമ്പനിയെ പറ്റി വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് നൽകുന്ന റിവ്യൂസിന് നമ്മൾ എന്താ പറയാ? ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയാ അല്ലെ. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്തൊക്കെ അസസ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, മനസ്സിലാക്കിയിട്ട് വായിക്കുക കേട്ടോ. മനസ്സിലാക്കി വായിച്ചാലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുള്ള ക്വസ്റ്റ്യൻസ് അതിനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാം, അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കുക കേട്ടോ. ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് ആർ കോൾഡ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, എപ്പോഴും മനസ്സിലുണ്ടാവണം. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ഓഡിറ്റേഴ്സ് അല്ലെ. ഓഡിറ്റ് ചെയ്യുന്ന ആളുകളെ ഓഡിറ്റേഴ്സ് എന്ന് പറയാം അല്ലെ. ഓക്കെ, ഇനി ഇന്റേണൽ ഓഡിറ്റേഴ്സ് മേ കവർ all areas of an organization or specialize based on their skills.
ഇനി ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ ഒട്ടുമിക്ക എല്ലാ ഏരിയകളും അവർ കവർ ചെയ്തുകൊണ്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ IT, അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയകളും കവർ ചെയ്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് പുറമെ സ്പെഷ്യലൈസ് ബേസ്ഡ് ഓൺ ദർ സ്കിൽസ്, ചിലപ്പോ സ്പെഷ്യലൈസ്ഡ് ഇൻ സ്പെസിഫിക് ഏരിയാസ്, അത് അക്കോർഡിംഗ് ടു ദർ സ്കിൽ. ചില സ്പെഷ്യലൈസ്ഡ് ഏരിയയിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്പെസിഫിക് ഏരിയകളിലും അവര് സ്പെഷ്യലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന IT അല്ലെങ്കിൽ ഇൻഷുറൻസ്, ടാക്സ്, അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് അത് അവരുടെ സ്കില്ലിനനുസരിച്ച്. ഇപ്പൊ ഇന്റേണൽ ഓഡിറ്റേഴ്സ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ടാക്സിനെ പറ്റി അറിയാം, ഇൻഷുറൻസിനെ പറ്റി അറിവുള്ള ആളുകളാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയാസ് കൂടെ അവര് എന്ത് ചെയ്യാറുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തന്നെ ഇവാലുവേറ്റ് അവര് ചെയ്യാറുണ്ട് അവരുടെ സ്കില്ലിനനുസരിച്ച് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. The aim of internal audits is to identify the weakness within the organization's process and control the environment internally so that they can be fixed as quickly as possible to prevent the harm to the organization or its stakeholders. Okay. നമ്മള് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എയിം കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യുക. എയിം ഓഫ് ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷനിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ എവിടേക്കാണ്, ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാലോ, ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഏരിയകൾ വീക്കാണ് അല്ലെങ്കിൽ ഇതിന്റെ ഏരിയകൾ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. അപ്പൊ അതിനനുസരിച്ച് ആ ഏരിയകൾ തിരിച്ചറിഞ്ഞിട്ട് പരമാവധി ഇന്റേണലി തന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. അത് ആ ഒരു എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള നടപടികൾ എടുക്കാം. എങ്ങനെ? ആസ് ക്വിക്ലി ആസ് പോസിബിൾ ടു പ്രിവെന്റ് ഹാം ടു ദ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ആ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പൊ അവരുടെ പാർട്ട്നേഴ്സിന് ഒരിക്കലും ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് തിരിച്ചറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, accordingly, internal audit plan for an organization should be driven by the risk basis, or in other words, we decided to examine those areas that present the greatest risk to the company. The internal audit plan should also include a component of the strategic needs of an organization. അപ്പോൾ നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ വെറുതെ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഓടിപ്പോയി നടത്തുക, അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ട്. അതിന് നമ്മൾ പഠിക്കും. ഓക്കെ, വെറുതെ നമ്മൾ ഓടിപ്പോയി ഇന്റേണൽ ഓഡിറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ ഏറ്റവും റിസ്ക് പിടിച്ച ഏരിയകൾ ഏതാണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കി. മനസ്സിലായല്ലോ? അതോടൊപ്പം തന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനെ മീറ്റ് ചെയ്യുന്ന തരത്തിലും കൂടെ ആയിരിക്കണം ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ, രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏരിയകൾ ഏതാണ്, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയകൾ ഏതാണ്, അതിനെ റെക്ടിഫൈ ചെയ്യാം, അല്ലെ, അതിനെ ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പാകത്തില് ആയിരിക്കണം നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് മീറ്റ് ചെയ്യാൻ പാകത്തിലും വേണം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകളിലേക്ക് ചോദിക്കാം. ഓക്കെ.
അപ്പൊ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.